വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ലോക രാജ്യങ്ങളിൽ ഒരുപാട് സംസാരമുണ്ടായി. അതായത് ദില്ലിയിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നു, അതിനുശേഷം ബംഗ്ലാദേശിൽ ചെയിൻ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു, അതിനുശേഷം പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ വലിയ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. ഇസ്ലാമാബാദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണ പാകിസ്ഥാനിൽ എവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്? ഖൈബർ പഖ്തൂൺ, ബലൂചിസ്ഥാൻ, പാക് അധീന കശ്മീർ, പിന്നെ സിന്ധ്, ഇവിടെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ജനങ്ങൾക്കിടയിലാണ് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ഇസ്ലാമാബാദ്, കറാച്ചി, ലാഹോർ ഒക്കെ ഇവര് വളരെയധികം പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായത്. അതിനുശേഷം ബംഗ്ലാദേശിൽ ഒരു വലിയ കലാപം ഉണ്ടാകുന്നു. അവിടെ ജൻസി തെരുവിലിറങ്ങി തീവെപ്പ് ഉണ്ടാകുന്നു. പാകിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ പാകിസ്ഥാനിൽ അവിടെ വിദ്യാഭ്യാസ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്നു. 28 മാസമായി ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് അവർ തെരുവിലേക്ക് ഇറങ്ങുന്നത്. 27 മാസം അവർക്കൊരു പ്രശ്നമില്ലായിരുന്നു, 28ാമത്തെ മാസം അവർക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ ഡൽഹി ബോംബ് ബ്ലാസ്റ്റിന് ശേഷം അടുത്ത ദിവസം അവർ തെരുവിലിറങ്ങി ഞങ്ങൾക്ക് ശമ്പളം കിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം നടത്തുന്നു. അതിനുശേഷം ഇപ്പോ Tehran Times ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. Iranian media Tehran Times claims that the Pakistan army has begun deploying additional troops along the India-Pakistan border amid rising tensions. ഇതാണ് ആ വാർത്ത എന്ന് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഇപ്പോൾ പാകിസ്ഥാൻ വലിയ സൈനിക നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ടെഹ്റാൻ ടൈംസ് പറയുന്നത്. അഡീഷണൽ ട്രൂപ്സിനെ അവർ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ടെഹ്റാൻ ടൈംസ് പറയുന്നു. അതിനിടയിൽ നമ്മുടെ CDS ജനറൽ അനിൽ ചൗഹാന്റെ ഒരു വലിയ പ്രസ്താവന വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഓൾ അബൌട്ട് വിന്നിംഗ്, ദർ ആർ നോ റണ്ണർ അപ്സ് ഓർ കൺസലേഷൻ പ്രൈസസ്, ദ ഫേറ്റ് ഓഫ് നേഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ വിക്ടറി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് യുദ്ധം എന്ന് പറയുന്നത് ജയിക്കാനുള്ളതാണ്, അതിൽ പ്രോത്സാഹന സമ്മാനമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ. കാരണം സംയുക്തമായിട്ടുള്ള സൈനികാഭ്യാസം നടക്കുന്നുണ്ട്. ഈ ജയ്സാൽമീറിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു മിസൈൽ അവർ വിട്ടിട്ട് അത് ലക്ഷ്യം തെറ്റി ഗ്രാമത്തിൽ ചെന്ന് വീണു. ഒരു ഗ്രാമത്തിൽ ഒരു പാടത്തിലാണ് വീണത്. പക്ഷെ അത് പരീക്ഷണമായിരുന്നു. നമ്മൾ അതിനാണല്ലോ ഈ മിസൈലൊക്കെ വിടുന്നത്. കാരണം ഇത് എവിടെ തന്നെ വീഴുവോ, അതെ വേറെ എവിടെയെങ്കിലും ചെന്ന് വീഴുവോ എന്ന് അറിയാനൊക്കെയാണല്ലോ പരീക്ഷണം നടത്തുന്നത്. എങ്കിലല്ലേ ആയുധത്തിന്റെ പ്രസിഷനൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമൊക്കെ വളരെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറയുന്നത് പോലെയാണ് ഈ ദില്ലി സ്ഫോടനം വരുന്നതും. ഇപ്പോൾ ഈ പാകിസ്ഥാൻ കൂടുതൽ സൈന്യത്തെ അവിടെ ഡിപ്ലോയ് ചെയ്യുന്നത്, നമ്മുടെ CDSന്റെ ഈ തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പുറത്തു വരുന്നതും. ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണെന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ ഇന്ത്യ ഏത് തരത്തിലുള്ള മൂവ്മെന്റ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്? അങ്ങനെ തെളിവ് കിട്ടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണോ പാകിസ്ഥാൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ, ഇനി ഞാനിപ്പോ നമ്മുടെ രാജ്യത്തെ പട്ടി എന്ന് വിളിച്ചതൊന്നും പറയുന്നത്, അതൊരു പഴഞ്ചൊല്ലായതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ എറിഞ്ഞിട്ട് ഈ അവര് കൂടുതൽ സൈന്യത്തെ അവിടെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതേ എന്ത് പറയുമ്പോ ഒരു രസകരമായ കാര്യം ഇന്നലെ പാകിസ്ഥാന് സംഭവിച്ചു, അതുകൂടെ പറയാതിരിക്കാൻ കഴിയില്ല. ഈ പാകിസ്ഥാൻ ഇത് അപ്രതീക്ഷിതമായിട്ട് പൊട്ടിയെന്നാണല്ലോ ഇപ്പൊ നമ്മുടെ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇത് എവിടേക്കോ കൊണ്ടുപോകുന്ന വഴിക്ക് ഇവർ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനം ഇരുന്ന് പൊട്ടി. ഇത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പാകിസ്ഥാൻ പ്ലാൻ ചെയ്ത ആ ഒരു സമയത്തും സ്ഥലത്തും സന്ദർഭത്തിലോ ഒന്നും അല്ലായിരുന്നു, അപ്രതീക്ഷിതമായി പണി നടന്നായത്. ഇവര് ചെയിൻ സ്ഫോടനമായിരുന്നു പാകിസ്ഥാൻ പ്ലാൻ ചെയ്തിരുന്നത്. നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്മളിത് കൊടുത്തിരുന്നതാണ്. ചെയിൻ സ്ഫോടനം ഇന്ത്യയിൽ മുഴുവൻ ഒരു ചെയിനായിട്ട് നടത്തുക. അതിനാണ് ഈ ഫുജി, ബംഗ്ലാദേശിന്റെ ഫുജിയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ദക്ഷിണേന്ത്യയിലുമൊക്കെ ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. ഇന്നലെ ഈ സംഭവം കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാനിൽ ഒരു സംഭവം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പൊ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചെറുകിട സ്ഥാപനങ്ങളും അതുകൊണ്ട് ബിസിനസ്സുകാരെ കട പൊട്ടി വെട്ടിപ്പോയി. അവരുടെ ഓഹരി വിപണി ഇടിഞ്ഞു താഴെ പോയി. നമ്മൾ 2-3 ദിവസം മുമ്പ് വേറൊരു വാർത്ത ചെയ്തിരുന്നു. അവിടെ ഈ മൈക്രോസോഫ്റ്റ് അടക്കമുള്ള വിദേശ കമ്പനികളൊക്കെ പാകിസ്ഥാനോട് ബൈ പറഞ്ഞ് പോയി കഴിഞ്ഞു. അത് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴാണ് അവർ പോയത്. അവർക്ക് മനസ്സിലായി ഇനി ഇന്ത്യ പഴയ ഇന്ത്യ അല്ല, അവർ എപ്പോഴാ കയറി അടിക്കുന്ന അറിയത്തില്ല. അപ്പൊ ഉള്ള ജീവനം കൊണ്ട് വിദേശികൾ നേരത്തെ പോയായിരുന്നു. അപ്പൊ ഇന്നലെ ഈ അറ്റാക്ക് നടന്നു എന്ന് ഇന്ത്യയിൽ ഈ വാർത്ത വരുന്നു, ബ്രേക്ക് ചെയ്യുന്ന വാർത്ത ചെങ്കോട്ടയിൽ. അതിന് തൊട്ട് പിന്നാലെ തന്നെ പാകിസ്ഥാനിൽ ഈ കടയും സ്ഥാപനങ്ങളൊക്കെ പൂട്ടി ഉടമകളും ജീവനക്കാരും സ്ഥലം വിട്ടു. അവസാന സമയം ബന്ധുക്കളുടെ കൂടി ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാകണം. അതായത് ഇത് ലോകരാജ്യങ്ങളിലെ ചിരിപടത്തെ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഓഹരി വിപണി ഇടിഞ്ഞുപോയി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ നമ്മുടെ ഓഹരി വിപണിക്ക് യാതൊരു ചാഞ്ചാട്ടവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ പാകിസ്ഥാൻ, കാരണം ഇവർ ഭയന്നുപോയി. എന്താണ് ഈ ഇന്ത്യ കയറി അടിക്കുമോ, ഓപ്പറേഷൻ സിന്ദൂറിൽ അടിക്കുമോ, എവിടൊക്കെയാണ്? കാരണം കഴിഞ്ഞ തവണത്തെ അടിയോടുകൂടി അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ POK മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, പകരം ഞങ്ങളുടെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ അവർ വരും. അത് കറാച്ചി ആയാലും ഇസ്ലാമാബാദിൽ വന്ന് നമ്മൾ അറ്റാക്ക് നടത്തിയിരുന്നു. അവിടെ എല്ലാം ഷഹബാസ് ഷെരീഫ് കിടക്കപ്പായി നിന്ന് എഴുന്നേറ്റ് ഓടി 20 കിലോമീറ്റർ അകലെയായിരുന്നു. നമ്മളതൊന്ന് പേടിപ്പിക്കാൻ ചെയ്തതാണ്. പുള്ളി ഓടി ഒരു ബങ്കർ പോയി വിളിക്കേണ്ടി വന്നു. അപ്പൊ അത് അങ്ങനെ അവരുടെ മർമ്മപ്രധാന ഭാഗത്തൊക്കെ നമ്മൾ അടി കൊടുത്തുകൊണ്ട് ഇനി അടുത്ത അടി, അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മോദി പറഞ്ഞിട്ടുണ്ട്, രാജ്നാഥ് സിംഗ് ഒക്കെ പറഞ്ഞു, ഇനി അടുത്ത അടി തരുന്നത് ഇതുപോലെ ആയിരിക്കത്തില്ല, തീർത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതൊക്കെ ഇവർ പൂട്ടിക്കെട്ടി സ്ഥലം വിട്ടു. അതൊരു വലിയ വാർത്തയാണ്. പലതും ട്രോളായിട്ട് ഇപ്പൊ അത് വരുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ.
അപ്പം ഇത് അത് മാത്രമല്ല, പാകിസ്ഥാൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ നടന്ന ഈ ബോംബ് സ്ഫോടനത്തിൽ തെഹ്രിക്കെ താലിബാൻ അതിന്റെ കുറ്റമേറ്റെടുത്തു, മീൻസ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഞങ്ങളാണ് പൊട്ടിച്ചത്, ഞങ്ങളാണ് ഇത് കൊന്നതെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഷെഹബാസ് ഷെരീഫ് അതിനെ മുമ്പ് തൊട്ട് പറയുന്ന കാര്യങ്ങൾ പറയുന്നത് അത് ഇന്ത്യയാണ് ഇതിന്റെ പിന്നിൽ, ഇന്ത്യയുടെ കൂലിക്കാരാണ് തെഹ്രിക്കെ താലിബാൻ, ഇന്ത്യയുടെ കൊട്ടേഷൻ ടീമാണ് താലിബാൻ, അഫ്ഗാനിസ്ഥാനികൾ, അഫ്ഗാൻ ഭരണകൂടം, അവർ വഴി ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്തതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമ്മുടെ എസ് ജയശങ്കർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നത് നമുക്കതുകൊണ്ട് ബന്ധമൊന്നുമില്ല, എപ്പോഴും എന്തും സംഭവിക്കാവുന്ന കാര്യം. ഇപ്പൊ ഇന്ത്യക്ക് അവിടെ പോയിട്ട് ഒരു ചാവേർ ആക്രമണം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ ഉണ്ടോ ഇല്ല. ശരിക്കും നമ്മുടെ ജനം അങ്ങനെ കരുതുന്നുണ്ട്, ഒരെണ്ണം നടന്നത് നന്നായി എന്ന് കരുതുന്നുണ്ട്. ഇപ്പൊ അവരവരുടെ ഇതിൽ പോയിട്ട് ഇതായിട്ടാകാം, നമുക്കറിയില്ല. ഏതായാലും ഇതിന് തൊട്ട് പിന്നാലെ തന്നെ പാകിസ്ഥാൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വലിയ രീതിയിൽ തന്നെ ആയുധവിന്യാസവും മറ്റുമൊക്കെ അതിർത്തിയും നടക്കുന്നുണ്ട്. അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം ഇത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഏത് നിമിഷം വരും. കാരണം തങ്ങൾ ഊരിവിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ തങ്ങൾ ഇന്ത്യയിലടക്കം വിതച്ചിരിക്കുന്ന അവരൊക്കെ എപ്പോഴെങ്കിലും തങ്ങൾക്ക് പണി തരുമെന്നുള്ളത്. അപ്പൊ ഇത്തവണ അവർ കുറച്ചുകൂടെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം ഈ ഭാഗത്തുനിന്ന് അടി തുടങ്ങുകയാണെങ്കിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും കൂടെ പണി തുടങ്ങണം. അതായത് അവിടെയും കൂടെ എനിക്ക് തോന്നുന്നു, എന്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞു തരാം. ഈ അടി തുടങ്ങി വെക്കുന്നത് ഇന്ത്യ ആയിരിക്കില്ല ഒരിക്കലും. അഫ്ഗാൻ പാകിസ്ഥാൻ വാറ് തുടങ്ങും. ആ കൂട്ടത്തിൽ ഈ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് ചൊറിച്ചിൽ വരും. ഇന്ത്യയുടെ ആദ്യ അടി പോകുന്നത് ബംഗ്ലാദേശിനുള്ളിലുള്ള ടെറർ കേന്ദ്രങ്ങളുടെ ഉച്ചയ്ക്ക് തന്നെ ആകാനാണ് സാധ്യത. ഈ ഓപ്പറേഷൻ സിന്ദൂർ 2 ഏറ്റവും കൂടുതൽ പണി മേടിക്കുന്ന രാജ്യം ബംഗ്ലാദേശ് ആയിരിക്കും. ഇത് എഴുതി വെച്ചോ, ഡെഫിനറ്റ് ആണ്. ഇത് എന്റെ ഒരു പ്രവചനമായിട്ട് തന്നെ കരുതിക്കും, വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ. കാരണം ബംഗ്ലാദേശ് അതിർത്തിയിലാണ് ഇവന്മാരുടെ ടെറർ ക്യാമ്പുകളൊക്കെ ഒരുപാട്, ജെയ്ഷെ മുഹമ്മദിന്റെ ഉണ്ട്, ലഷ്കർ എ തോയ്ബയുടെ ഒക്കെ ഉള്ളത് ആദ്യമായിട്ട്. പക്ഷെ അത് അത്രത്തോളം പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുന്നു. ഇന്നലെ അവരൊരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റിംഗ് നടന്നു, 11 ഇടങ്ങളിൽ നടന്നു. ധൻമണ്ഡി എന്നൊക്കെ പറയുന്നത് ധാക്കയുടെ ഹൃദയഭാഗമാണ്. നമ്മുടെ യൂനസിന്റെ ബാങ്ക് ഒക്കെ ഉണ്ടായ സ്ഥലം, അതൊക്കെ ബോംബിട്ട് പൊട്ടിപ്പോയി. അപ്പൊ 10-15 ഇന്നലെ രാത്രി ഞാനിങ്ങനെ നോക്കി, ഇത് മരിച്ചതിന്റെ എണ്ണമൊന്നും കാണുന്നില്ല. അപ്പൊ ഒരാൾ മരിച്ചൊന്നും പറഞ്ഞിട്ടാണ് പുറത്ത് ന്യൂസ് വന്നിരിക്കുന്നത്. ഓക്കെ, ബോംബിട്ട് കഴിഞ്ഞാൽ ഒരാളാണോ മരിക്കുന്നത്, എത്ര പേരാണെന്ന് നമുക്കറിയില്ല. അപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ യൂനസും ടീമും പരിവാരങ്ങളും അവിടെ സ്ഥലം വിട്ടു പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ആണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ യുദ്ധസജ്ജമാണ്. ഇന്നിപ്പോ നമ്മൾ പുതിയൊരു നോട്ടാൻ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ. അതായത് നമ്മുടെ മധ്യഭാഗത്ത്, ഇന്ത്യയുടെ മധ്യഭാഗത്ത് ഒരു സൈനിക അഭ്യാസത്തിന് വേണ്ടിയുള്ള നോട്ടാൻ നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഓപ്പറേഷൻ തൃശ്ശൂരിന്റെ ജയ്സാർമിയിൽ നടക്കുന്ന ഓപ്പറേഷൻ നമ്മൾ അവസാനിച്ചു, ഇന്നുകൊണ്ട് തീരുകയാണ്. ഇന്നലെ കൊണ്ട് തീർന്നു, ഇന്നു മുതൽ അവിടെ ഇല്ല. നമ്മുടെ ഡേറ്റ് അടുത്ത് വരികയാണല്ലോ, ഈ മാസം അവസാനം വരെയാണ്. അപ്പൊ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് പതുക്കെ നിന്ന് കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ പാകിസ്ഥാനും ഏറെക്കുറെ പ്രതീക്ഷിച്ച് അവരും റെഡിയായിട്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ പാക് ജനതയ്ക്ക് നന്നായി അറിയാം, ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. അവരടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അടിയായിരിക്കും അടിക്കുന്നത്. ഇവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഈ അണുവായുധം എന്നുള്ള സാധനമായിരുന്നു. അത് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടിയോടുകൂടി അതിന്റെ എഫക്റ്റ് ഒക്കെ തീർന്നു. അതിനകത്ത് ഒരു കഥയും ഇല്ല എന്ന് മനസ്സിലായി. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ ഈ അമേരിക്കയുടെ ഒരു വലിയ സപ്പോർട്ട് കണ്ടിട്ടാണ് ഈ പാകിസ്ഥാൻ ഈ രീതിയിലേക്ക് മുമ്പോട്ട് വരുന്നത്. അമേരിക്ക മുൻപും പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്, ഇന്ത്യക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ. അത് പുതിയൊരു സംഭവമൊന്നും അല്ല അമേരിക്കയുടെ ഹെൽപ്പ് കിട്ടുക എന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ അതിന്റെ ഒരു മറുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിലാണ് അടുത്ത ഒരു നീക്കം നടന്നത്. ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ അപലപിച്ച് രംഗത്തെത്തിയ ഒരു പ്രധാനപ്പെട്ട രാജ്യം ചൈനയാണ്. ചൈന അവര് പറഞ്ഞത്, ഇത് വളരെ നിർഭാഗ്യകരമായ സംഭവമായപ്പോൾ ഞങ്ങളുടെ പൗരന്മാരൊന്നും അതിൽ കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇത് വളരെ ഇതായിട്ടുണ്ട്. ചൈന അങ്ങനെ സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളിലൊന്നും അങ്ങനെ വലുതായിട്ട് പ്രതികരിക്കുന്ന ഒരു രാജ്യമല്ല. ചൈന ഉൾപ്പെടെ സിംഗപ്പൂരും മറ്റുള്ളവർക്ക്. പിന്നെ അതുപോലെ ട്രംപ് വന്നിട്ടുണ്ട്, അമേരിക്ക പ്രസ്താവിച്ചിരിക്കുന്നത് വേണമെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ നോക്കാനായിട്ട്. പണ്ടും നമ്മൾ ഹെൽപ്പൊന്നും വാങ്ങിയിട്ടില്ല, പണ്ട് പുരാതന കാലത്തും വാങ്ങിയിട്ടില്ല, ഇപ്പോഴും നമ്മളത് വാങ്ങുന്നില്ല. ഇസ്രായേൽ എത്തിയിട്ടുണ്ട്, അപ്പൊ അതുപോലെ ഇസ്രായേൽ എപ്പോഴും നമ്മളത്, റഷ്യ എത്തിയിട്ടുണ്ട്, അപ്പൊ അതുപോലെ നമ്മുടെ സഖ്യകക്ഷികളെല്ലാം എത്തിയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ വന്ന ടീം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ചൈന ആണെന്ന് പറയാം. കാരണം ഇതിനു മുമ്പൊന്നും അങ്ങനെയുള്ള ഒരു ഇതുമായിട്ട് അനുശോചനം രേഖപ്പെടുത്തി അവർ വരാറില്ല. അവർ അനുശോചിക്കാതിരിക്കുമോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അപ്പം ഈ ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാൻ ഒരു വലിയ നീക്കം നടത്തുന്നു എന്നുള്ളത് പുതിയ അറിവല്ല. അതിർത്തിയിൽ അവർ വലിയ നീക്കം നടക്കുന്നു. അവരുടെ അതിർത്തി ഇപ്പൊ ജമ്മു കാശ്മീരിലല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്, മറ്റ് അതിർത്തികളിലാണ്. കാരണം ഇന്ത്യ കഴിഞ്ഞ തവണത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ അവരുടെ മറ്റ് രാജസ്ഥാൻ ബോർഡറിൽ നിന്നായിരുന്നു നമ്മുടെ അറ്റാക്ക് പോയിരുന്നു, പഞ്ചാബ് ബോർഡറിൽ നമ്മുടെ അറ്റാക്ക് പോയി. ഇനി അവരിപ്പോ ലക്ഷ്യം വെച്ചിരിക്കുന്ന സക്രീക്ക് പോലെയുള്ള ഗുജറാത്തിന്റെ ബോർഡർ ഉണ്ടല്ലോ, അപ്പുറത്തെ ഭാഗം പാകിസ്ഥാന്റെ, അവിടെയാണ് അവർ വലിയ സൈനിക വിന്യാസം. അതാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്, ആവശ്യമില്ലാത്ത പണിക്കൊന്ന് തീർത്ത് കളയുമെന്ന് പറഞ്ഞത്. കാരണം നമുക്ക് അറ്റാക്ക്, നമ്മുടെ ലക്ഷ്യം ഇനി കറാച്ചി അങ്ങനെയുള്ളവർക്കായിരിക്കും, നേവി ഉൾപ്പെടെയുള്ളവർക്കായിരിക്കും.
അപ്പൊ എല്ലാവരും കരുതുമ്പോൾ ഉടനെ യുദ്ധം ഉണ്ടാകും, ഉടനെ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, ഇതിന്റെ പിന്നിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, ഇതിന് ശേഷം നടക്കുന്ന നടപടികൾ. അപ്പോഴേക്കും എന്റെ ഒരു നിഗമനം, എന്റെ ഒരു ഊഹം ആണെങ്കിൽ അപ്പോഴേക്കും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടിപൊട്ടും. കാരണം അവിടെ നിന്നുള്ള ജനശ്രദ്ധ തിരിച്ചുവിടണമെങ്കിൽ പിന്നെ പാകിസ്ഥാൻ ഒറ്റ വഴിയുള്ളൂ. ഞാൻ മുമ്പും പറയുന്നതാണ്, ഇന്നലെ നമ്മുടെ വിദേശകാര്യമന്ത്രി ഇത് തന്നെ പറഞ്ഞു. അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇന്ത്യ വേണം. ഇന്ത്യ വന്ന് ചൊറിയും. ഇന്ത്യ അടിക്കുമ്പോൾ പറയും, ദേ അവന്മാരടിച്ചു, കാഫറുകൾ അടിച്ചു, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പറയും. ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യ ചൊറിയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് അടിച്ചൊന്നും ജയിക്കാൻ പറ്റത്തില്ലെന്ന് പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം അവർ ചെയ്യുന്നത്. അതാണ് അവർ തുടക്കമിട്ടിരിക്കുന്നത്. ഇനി ആ ഒരു അടി അവിടെ മൂക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നമ്മളെ ചൊറിയും. ഈ ചൊറിയുന്ന സമയത്ത് തന്നെ ഈ ബംഗ്ലാദേശിന്റെ അവിടെ കിടക്കുന്നവരും ചൊറിയാനുള്ള സാധ്യത ഇപ്പൊ നിലവിൽ കാണുന്നുണ്ട്. കാരണം അതിനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുവരെ ബംഗ്ലാദേശിലെ യൂണിവേഴ്സിറ്റി ടീം അവിടെ തന്നെ കാണുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് സാധ്യത. ഏതായാലും ഒരു യുദ്ധസമാനമായ സാധ്യതകൾ കൂടുതലാണ്. ഇത് ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മളെ ധൃതി പിടിച്ച് അടിക്കാറില്ല എന്നുള്ളത് അറിയാമല്ലോ. കാരണം നമ്മുടെ ഈ ബാലക്കോട്ട് ആയാലും ഓപ്പറേഷൻ സിന്ദൂർ ആയാലും അതിനൊക്കെ എടുത്ത ടൈമിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ തീർത്ത് കൊടുക്കാറുള്ളത് കൊണ്ടായിരിക്കണം അത്ര സമയം എടുക്കുന്നത്. എല്ലാം പ്ലാൻ ചെയ്ത് എവിടൊക്കെ പൊട്ടണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് പക്ഷെ ഇനിയുള്ള ഒരു ഓപ്പറേഷൻ സിന്ദൂർ 2 എന്ന് പറഞ്ഞാൽ അത് 3-4 ദിവസം കൊണ്ട് മാത്രം തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ സർവ്വസന്നാഹങ്ങളും എടുത്ത് പോരാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ വിചാരിക്കുന്നത് അത്ര ദുർബലരായ രാജ്യമല്ല പാകിസ്ഥാൻ. കാരണം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ രാജ്യത്ത് ഒരു 0.5 തീവ്രവാദികളും ആ മനസ്സുള്ള ആളുകളും ഉണ്ട്. നമ്മൾ പാകിസ്ഥാനിൽ പക്ഷെ അങ്ങനെയുള്ള ആളുകളില്ല. പാകിസ്ഥാൻ സൈന്യം യുദ്ധത്തിൽ പോകുമ്പോൾ അവർക്കെല്ലാം ഒറ്റ മനസ്സായിട്ട് ദൈവനാമത്തിൽ അവരെല്ലാം ഒന്നിച്ചു നിൽക്കും. പക്ഷെ ഇന്ത്യയിൽ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. ഈ ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഇന്ത്യ മുഴുവൻ ഒരേ മോഡലിലുള്ള കമന്റുകൾ നിരക്കുന്നത്. അതും ചെറിയ ആളുകളൊന്നുമല്ല. കോൺഗ്രസിന് നേതാവുണ്ടതിൽ, പിന്നെ വലിയ കുറെ നേതാക്കന്മാരും കാര്യങ്ങളൊക്കെ രംഗത്തുണ്ട്. അപ്പം ഇവരാണ് 0.5. പണ്ട് നമ്മുടെ മരിച്ച വിമാനാപകടത്തിൽ മരിച്ചുപോയ നമ്മുടെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് പറഞ്ഞതൊക്കെ 2.5 കൊണ്ട് നമുക്ക് 2 വാർ മുനകൾ വരും. ചിലപ്പോൾ ഒന്ന് ബംഗ്ലാദേശോ പാകിസ്ഥാനോ ആയിരിക്കാം. മറ്റൊന്ന് 0.5 എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് നമുക്ക് ആദ്യം തീർക്കേണ്ടത്. ഒരുപക്ഷെ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന റെയ്ഡും മറ്റുമൊക്കെ ഈ 0.5 ലക്ഷ്യമാക്കി തന്നെ ആകണം. ഏതായാലും സജ്ജമാണ് പാകിസ്ഥാൻ എന്ന്, യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നതെന്ന് ഇന്നലെ ശ്രീ ഖാജ ആസിഫ് പറഞ്ഞു. ഇന്ത്യയും ഏതാണ്ടാണ്. അപ്പോൾ ഉടൻ തന്നെ ഒരു അടി പ്രതീക്ഷിക്കാം.